This video is sponsored by കാലടി ആദിശങ്കരമഠം തെലങ്കാനയിലേക്ക് സ്വാഗതം. മഹാശിവരാത്രി ഈ വർഷം ഫെബ്രുവരി 26 ബുധനാഴ്ചയാണ് ശിവരാത്രി വരുന്നത്. കുംഭമാസത്തിലെ കറുത്ത പക്ഷത്തിലെ ചതുർദശിയാണ് ശിവരാത്രി നമ്മൾ ആഘോഷിക്കുന്നത്. ഹിന്ദുക്കളെ സംബന്ധിച്ച് വളരെ വലിയ പ്രാധാന്യമുള്ള ഒരാഘോഷമാണ് ശിവരാത്രി. ഇതിൻ്റെ ഐതിഹ്യം പാലാഴിമഥനത്തിലെ കാളകൂടവിഷം വന്നപ്പോൾ ഇത് താഴെ വീണ് കഴിഞ്ഞാൽ ഭൂമി മുഴുവൻ നശിക്കും. അതുകൊണ്ട് പെട്ടെന്ന് അതെടുത്ത് അതങ്ങോട്ട് കുടിച്ചു പരമശിവൻ. നീലകണ്ഠൻ എന്നുള്ള പേര് വന്ന ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ മഹാശിവരാത്രി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ കാളകൂടവിഷം കഴിച്ച ഉടനെ അത് താഴോട്ട് ഇറങ്ങാതിരിക്കാൻ പാർവതി കഴുത്തിന് കുങ്ങക്കി പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കഴുത്തിന് പിടിക്കുകയും പുറത്തേക്ക് വരാതിരിക്കാൻ വായ് അമർത്തി പിടിക്കുകയും ചെയ്തപ്പോൾ കണ്ഠം നീലച്ചു പോയി. അതാണ് നീലകണ്ഠം, കഴുത്ത്. ആ ദിവസമാണത്രേ ശിവരാത്രി ആഘോഷം. ഭക്തരെല്ലാവരും ഇത് ശിവനൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥനയോടെ വ്രതമിരുന്ന ദിവസമാണ് ശിവരാത്രി. നമ്മളെല്ലാവരും വ്രതം ഇരിക്കേണ്ട ദിവസമാണ് ശിവപ്രീതിക്കായിട്ട്. ആ ശിവൻ തന്നെ ഉപദേശിച്ച ദിവസമാണ്. എല്ലാ ഭക്തരും ശിവരാത്രി ദിവസം വ്രതമിരുന്നാൽ ഇരട്ടി ഫലമാണ്, വളരെ ഗുണമാണ് എന്നുള്ളത് ഉപദേശിച്ചതും ശിവനാണെന്നാണ് ഐതിഹ്യം. ഏതായാലും എല്ലാ ഹിന്ദുക്കളും ശിവരാത്രി വളരെ പ്രാധാന്യത്തോടെ ഉപവാസത്തോടെ ഉറക്കമിരുന്ന് ചെയ്യേണ്ടതാണ്, വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലൊക്കെ ശിവൻ്റെ പ്രത്യേക പൂജകളും അഭിഷേകാദികളും എല്ലാം ഒരുക്കാറുണ്ട്, നടത്താറുണ്ട്. പ്രത്യേക ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ അത് പ്രദോഷ സമയത്തിനാണ് കൂടുതൽ പ്രാധാന്യം. സന്ധ്യാസമയം പ്രദോഷ സമയത്തിനാണ് കൂടുതൽ പ്രാധാന്യം. പല സ്ഥലത്തും ഉദയം മുതൽ അർദ്ധരാത്രി വരെ നീളുന്ന അഭിഷേകാദികൾ നടക്കാറുണ്ട്. അതിവിശേഷമായിട്ട് ഏകാദശ രുദ്രാഭിഷേകം ശ്രീരുദ്രമന്ത്രം കൊണ്ട് 11 പ്രാവശ്യം ഓരോരോ ദ്രവ്യം കൊണ്ടാവാം, ഓരോരോ നേദ്യം കൊണ്ടാവാം, ഇങ്ങനെയൊക്കെ അഭിഷേകം കഴിക്കുന്ന സമ്പ്രദായം എല്ലാം നമ്മുടെ സമൂഹത്തിലും നിലനിൽക്കുന്നുണ്ട്. പല ക്ഷേത്രങ്ങളും ആചരിക്കുന്നുമുണ്ട്. ഇവിടെ കാലടി ശ്രീ ആദിശങ്കരമഠം തെലങ്കാനയിലും അന്നത്തെ ദിവസം വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ ആഘോഷങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാലത്ത് മുതൽ രാത്രി അർദ്ധരാത്രി വരെ നിർവിരാമം അഭിഷേകം ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സന്ധ്യാസമയത്ത് ഏകാദശ രുദ്രാഭിഷേകം ചെയ്യുന്നുണ്ട്. ഇതെല്ലാവരും പങ്കെടുക്കണം. എല്ലാവരും ഇത് പങ്കെടുക്കാനായിട്ട്, ഇത് ബുക്ക് ചെയ്യാനായിട്ട്, അത് വന്ന് നേരിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ചെറിയ എമൗണ്ട്, നാമമാത്രമായിട്ടുള്ള വെറും 300 രൂപ മാത്രമാണ് അതിന് നമ്മൾ റെസിപ്റ്റ് ഉള്ളത്. ഇനി ആർക്കെങ്കിലും വരാൻ പറ്റില്ലെങ്കിൽ ഓൺലൈനായിട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് പങ്കെടുക്കാം. നിങ്ങളുടെ പേരും ഗോത്രവും എല്ലാം ഇവിടെ ചേർത്ത് ചെയ്യാം. അതിന് വെറും 100 രൂപ മാത്രമാണുള്ളത്. എല്ലാവരും, എല്ലാ ഹിന്ദുക്കളും ഈ താഴെ കാണുന്ന ഇതിൻ്റെ കൂടെ അയക്കുന്ന ലിങ്ക് വഴി ഇത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവരും ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം എല്ലാവരും എല്ലാ ക്ഷേത്രങ്ങളിലേക്കും പോയി ആ മഹാദേവൻ്റെ അനുഗ്രഹാശിസുകൾ ശിവരാത്രിയിലൂടെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. This video is sponsored by Thank you for watching this video.